എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളും കൂടിയുള്ള മറ്റൊരു ദിവസത്തിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സംതൃപ്തിയോടെയും സമൃദ്ധിയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഇന്നത്തെ ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇന്ന് രാവിലെ എന്നെ കാണാൻ വന്ന ഒരാൾ, എന്നോട് സംസാരിക്കാൻ വന്ന ഒരാൾ ഒരു കഥ പറഞ്ഞു. പക്ഷെ ആ കഥ എന്നെ കുറച്ചു നേരം ഇരുത്തി എന്നുള്ളതാണ് ഏറ്റവും. ചിലപ്പോൾ സംഭവിച്ചു പോകുന്നത് അങ്ങനെയാണല്ലോ. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അറിയാതെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിന് മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അവരോട് പറഞ്ഞത് എനിക്കറിയില്ല എന്ന് പറയേണ്ടി വന്നു. കാരണം കുഴഞ്ഞ് കിടക്കുന്ന ഒരു സമസ്യക്ക് ഉത്തരം തേടുക എന്ന് പറയുന്നത് അത്ര കണ്ട് പ്രായോഗികമല്ല എന്നതാണ് അതിന്റെ പ്രധാന കാര്യം. റീസൺസ് നമുക്ക് പലതും അവിടെ ഫൈൻഡ് ചെയ്യാം, പല റീസൺസും പറഞ്ഞു പോകാം. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിൽ നമുക്ക് സത്യസന്ധതയാണ്, പൂർണ്ണമായ സത്യത പുലർത്താൻ പറ്റുമോ എന്ന് തോന്നുന്നത് കൊണ്ട് പലപ്പോഴും അങ്ങനെ സമയത്ത് സ്കിപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സമസ്യയാണ്. വളരെ എളുപ്പത്തിൽ ഞാൻ ഇതൊക്കെ എന്തോ എങ്ങനെയൊക്കെയോ അബദ്ധത്തിലോ അല്ലെങ്കിൽ എഴുതുമ്പോഴൊക്കെ വന്നു പോകുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന വാക്കുകൾ ഇത് ആദ്യമായിട്ട് ഞാൻ എഴുതിയ പുസ്തകമായതുകൊണ്ടും ഞാൻ പറഞ്ഞു പോകുമ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വന്നു പോകുന്നു. പുസ്തകത്തിൽ ഉള്ളത് വന്നു പോകുന്നതാണ്. അല്ല ഞാൻ പർപ്പസിലി ആ പുസ്തകത്തെ പറയാൻ വേണ്ടി പറഞ്ഞു പോകുന്നതല്ല. അതിൽ തുടക്കം തന്നെ അങ്ങനെ ആയിപ്പോയി. ജീവിതം ഒരു സമസ്യയാണ്. ശരിക്കും അത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ജീവിതം ഒരു സമസ്യയാണ്. അതിന് കൃത്യമായ ഉത്തരം തേടുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. അങ്ങനെ ഒരു ചെറിയൊരു വിഷയം കൂടിയുണ്ട്. പ്രായോഗികത അല്ല അത്. കാരണം അതിൽ ഉത്തരം തേടി നടക്കുന്നത് നമ്മളെ സംബന്ധിച്ച് പ്രായോഗികത അല്ല എന്നുള്ളതാണ്. അങ്ങനെ പിടിച്ചു നിൽക്കാതെ കണ്ട് ഉള്ളതിനെ വിട്ടുകൊടുത്ത് കൊണ്ട് ജീവിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് പ്രോഗ്രാമിങ്ങിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ആദ്യം പറയുമ്പോൾ വിട്ടുകൊടുക്കൽ പറയൽ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, ആ വാക്ക് വളരെ ലളിതമാണ്. പക്ഷെ അത് ചെയ്യുന്നതിന്റെ ഒരു വിഷയവും ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റും ആലോചിക്കുമ്പോൾ കുന്നിനെ ദൂരെ നിന്ന് കാണാൻ മനോഹരമാണ്. കുന്നിന്റെ ദൂരത്ത് നിന്ന് മനോഹരം എന്ന് പറയും, കുന്നിന്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴും മനോഹരം എന്ന് പറയും. പക്ഷെ കുന്നിന് മുകളിൽ കയറുകയും കുന്നിന് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയും അത്ര കണ്ട് സുഖകരമായ പരിപാടിയല്ല. പക്ഷെ അത് അവിടെ എത്തി അനുഭവിക്കുമ്പോൾ അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. അതിനു മുമ്പ് അത്യാവശ്യം ആർക്കെങ്കിലും പറയാനുള്ളവർക്ക് 100 പേർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇന്ന് മുതൽ അത് സൂം ഔട്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇത് പറയേണ്ടതാണ്. സൂമിന്റെ ലിമിറ്റേഷൻസ് ഇന്ന് 2-ാം തീയതിയാണ്, മാർച്ച് 2-ാം തീയതി. അത് 100 ആയിട്ട് വീണ്ടും കുറഞ്ഞിരിക്കുന്നു. കാരണം ഒരു മാസം നമ്മള് സൂമിന് വേണ്ടി മാത്രം കൊടുക്കുന്നത് 500 പേരുടെ സൂം പ്ലാറ്റ്ഫോം എടുത്തപ്പോൾ ഒരു മാസം നമ്മൾ കൊടുക്കുന്നത് നാട്ടിലെ 10,000 രൂപയാണ്. 10,534 റുപ്പീസാണ് ഒരു മാസം സൂമിന് വേണ്ടി മാത്രം കൊടുക്കുന്നത്. അപ്പൊ അത് എടുത്തു, അത് കഴിഞ്ഞു. അപ്പൊ എനിക്ക് രണ്ടാമത് റിന്യൂ ചെയ്യണ്ടേ എത്ര ആൾക്കാർ റിന്യൂ? കാരണം യൂട്യൂബിലാണ് അധികം ആൾക്കാർ വീഡിയോ കാണുന്നത്. അങ്ങനെ ചെറിയൊരു കൺഫ്യൂഷൻ ആയതുകൊണ്ടും ഞാനത് ഇന്ന് റിന്യൂ ചെയ്തില്ല. ഒന്നുകൂടി ആലോചിച്ച് റിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും അത് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റിന്യൂ ചെയ്യാം. കാരണം നമ്മുടെ ക്ലാസ്സുകളെല്ലാം 100-നകത്ത് നിൽക്കും. അതിനപ്പുറത്തേക്ക് ക്ലാസ്സുകൾ വേണ്ട. ക്ലാസ്സുകൾ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ 200-300 ആൾക്കാരൊക്കെ ഇവിടെ സൂമിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ
അങ്ങനെ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ഇന്ന് പെട്ടെന്ന് മെസ്സേജ് വന്നപ്പോഴാണ് അത് ഞാൻ ചിന്തിച്ചത്, ഇത്രയും ചെയ്യണോ എന്നുള്ള. അടുത്ത ഒരു വർഷത്തെ, അതായത് ഒരു വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് 100 പേർക്കാണെങ്കിൽ 18,000 സംതിങ് രൂപ കൊടുത്താൽ മതി. മറ്റേതാണെങ്കിൽ നമ്മൾ ഏകദേശം 400 സംതിങ് 458 ഇൻറ്റു 12 ഇൻറ്റു 23 1,26,000 സംതിങ് രൂപ കൊടുക്കും ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം അനുസരിച്ച്. അപ്പൊ മാസം കൊടുക്കണോ, ഇത്രയും എമൗണ്ട് കൊടുക്കണോ എന്ന് സംശയത്തിലുണ്ട്. അത് അവിടെ കിടക്കണ്ട, നമുക്ക് തീരുമാനിക്കാം. എന്തായാലും നിങ്ങളെല്ലാവരും ഒരു ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ 100 പേരേ ഉള്ളൂ ഹെൽപ്പ് ചെയ്യാനായിട്ട്. കാരണം അത്രയും വലിയൊരു എമൗണ്ട് ആണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം 100 കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ക്ലാസ്സുകൾ പൊതുവെ കുറവാണ് മെഡിറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത്. അപ്പൊ അത്രയും ഹ്യൂജ് എമൗണ്ട് ആണ് സൂമിന് തന്നെ കൊടുക്കേണ്ടത്. അൾട്ടർനേറ്റീവ് മെത്തേഡ്സ് എനിക്കറിയില്ല ഉപയോഗിക്കാനായിട്ട്. അറിയുന്നല്ല, ഗൂഗിൾ മീറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അതും 45 മിനിറ്റ് അതൊക്കെയാണ് ലിമിറ്റേഷൻസ്. ഏതായാലും ആലോചിക്കാം, ഇന്നത്തെ ദിവസമായിട്ടിരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വിഷയം പറഞ്ഞു വരുന്നത്, എന്തെങ്കിലും നമ്മൾ സംസാരിക്കാം. ആർക്കെങ്കിലും ബ്രേക്ക് ഇടയിൽ എന്തെങ്കിലും ആർക്കും സംസാരിക്കണം, അൺമ്യൂട്ട് ചെയ്തോളൂ. എന്നിട്ട് അത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അൺമ്യൂട്ട് ചെയ്യാനുള്ളവർ ജസ്റ്റ് ആരെങ്കിലും സംസാരിച്ചു. ജസ്റ്റ് ഗിവ് യു എ ചാൻസ്. ഇല്ലല്ലോ, ആർക്കും ഒന്നും പറയാനില്ലല്ലോ. ഇല്ല, കാരണം ഞാൻ എന്താന്ന് ഇങ്ങനൊരു ഗ്യാപ്പ് തരുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലാസിന്റെ മുമ്പും ക്ലാസിന്റെ ശേഷവും ഞാൻ നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കാനുള്ള സ്പേസ് തരുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈക്ക് കാത്തിരിക്കരുത്. കാരണം എൻ്റെ ജോലി സംബന്ധിച്ച വിഷയത്തിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജുകൾ എന്റർടൈൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ കുറെയൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കും, പക്ഷെ ഇല്ലെങ്കിൽ കൂടുതൽ ലെങ്തി വലിയ ലിസ്റ്റൊക്കെ എഴുതി അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇഗ്നോർ ചെയ്തേ പറ്റുള്ളൂ. കാരണം അത് എൻ്റെ ജോലിയെ ബാധിക്കുന്നതുകൊണ്ട്, ഓഫീസിലെ നമ്പർ ആയതുകൊണ്ടും ഒന്നിക്കൽ ഞാനത് ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യും. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അത് ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് മാക്സിമം ഒഴിവാക്കുക. പേഴ്സണലായിട്ട് ക്ലാസ്സിൽ എന്ത് ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചതിന് മറുപടി പറയും. അത് എല്ലാ സമയത്തും ചെയ്യും. സമയം എത്ര എടുത്താലും പറയും. അതിന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ പങ്കെടുക്കുന്ന ക്ലാസ്സിലെ ഗ്രൂപ്പുകളിൽ കയറിയിട്ട് അവിടെയും പറയുക. അതും നമുക്ക് മറുപടിയും. അല്ല, തികച്ചും പേഴ്സണലായിട്ടുള്ള കാര്യം, അത്രയും പേഴ്സണലായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് ചോദിക്കുക. അല്ലാതെ നമുക്ക് പറ്റില്ല, സമയം കൂടി നോക്കണം. ഓക്കെ, ഗിരിജ ഷാജി പറയാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തോ, സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറഞ്ഞു. കുറെ ന്യൂസുകളുണ്ട് പറയാൻ. എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. ദുബായ് ഹൗസ് കീപ്പിംഗ് തൊഴിലാണ്. എന്നാൽ തന്നെ ദുബായിൽ ഏപ്രിൽ 15 ശേഷം ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം. പിന്നെ മോളെ മിടുക്കിയായിട്ട് ആദിത്യ ഷാജി പഠിക്കാൻ ഇത്തിരി ഇതായിരുന്നു. മോള് മിടുക്കിയായിട്ടുണ്ട്. എല്ലാവരോടും താങ്ക്സ് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോ എപ്പോ വിളിച്ചാലും താങ്ക് യു ഞാൻ പറയാൻ മറന്നാലും അവളെ ഇങ്ങോട്ടേക്ക് താങ്ക് യു പറയുന്നുണ്ട്. പിന്നെ അവളുടെ കൂടെ പോയ ഒരാൾക്ക് ചിക്കൻ ബോക്സ് പിടിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നായിരുന്നു. അപ്പൊ 2 മാസത്തെ ക്ലാസ് അവിടെ മിസ്സായി. ഇപ്പൊ നെക്സ്റ്റ് മന്തില് എക്സാം ആണ്. അപ്പൊ അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ കുട്ടിയല്ലേ, നേഴ്സിംഗ് പഠിക്കുന്നല്ലേ, അതിനവര് സിസ്റ്റം കൊടുക്കുമല്ലോ, അത് സ്പെയർ സിസ്റ്റം കൊടുക്കണ ആരൊന്നും പറഞ്ഞില്ല സാറേ. കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ അഫർമേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അവൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള അഫർമേഷൻ കൊടുത്താൽ മതി, ചെയ്തോ, റെഡിയാ. ഐ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്താണോ ആവശ്യം, എനിക്കറിയില്ല, അവര് ഡെയിലി ചെയ്യുന്നുണ്ട്. അവളെ ഉദ്ദേശം എന്താണോ അതനുസരിച്ച് നടക്കണം. ഓക്കെ, താങ്ക് യു സാർ. പിന്നെ എനിക്ക് തൃശ്ശൂർ പങ്കെടുക്കണം എന്ന് മതിയായ ആഗ്രഹമുണ്ട്. അതിനുള്ള ഫണ്ട് എനിക്ക് അങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നൊരു തോന്നലുണ്ട്. പക്ഷെ എങ്ങനെയെന്നുള്ള ചോദ്യമില്ല, എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല.
നമ്മുടെ ഈ പ്രക്രിയയിൽ എങ്ങനെയെന്നുള്ള ചോദ്യമില്ല, എനിക്ക് ഉണ്ടാവും എന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ മതി, അത് നടന്നോളൂ. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ പോകുന്ന വഴിക്ക് ഒരു ലോട്ടറി എടുത്താലും നിങ്ങൾക്ക് 5000 കിട്ടും. മതിയല്ലോ. മതി. അപ്പൊ എങ്ങനെയെന്നത് ഒരു വിഷയമേ അല്ല, അത് സംഭവിച്ചിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്റെ മാറ്റത്തോടൊപ്പം എന്റെ ഹസ്ബൻഡ് ഫുള്ളി നെഗറ്റീവാ. പുള്ളിനെ കൂടെ എന്റെ ഒപ്പം നിർത്തണം എന്ന് എനിക്കൊരു അതിയായ ആഗ്രഹമുണ്ട്. അവര് വന്നോളൂ, നിങ്ങൾ വിചാരിച്ചാ മതി. ഇവിടെ ഇന്നലെ ഒരാൾ കഥ പറഞ്ഞല്ലോ, ഹസ്ബൻഡിന്റെ കഥ ഇന്നലേക്ക് ഒരാൾ പറഞ്ഞല്ലോ, അത് കണ്ടാ മതി. തീർച്ചയായും. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. സർ നമസ്തേ. സ്നേഹജ. സാറിന് എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. സാറിന്റെ എല്ലാ വിഷസും വേണം ആഗ്രഹിക്കുന്നു. അതൊന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു. എത്ര വയസ്സായി? 26 സ്റ്റാർട്ടായി. വെരി ഗുഡ് ജെന്റിൽമാൻ. എല്ലാവിധ ഭാവുകളും നേരുന്നു, ആശംസകൾ നേരുന്നു. രാവിലെ തന്നെ അറിഞ്ഞത്, രാവിലെ വിഷയമായിരുന്നു. ഏതായാലും സന്തോഷം, ആയുരാരോഗ്യ സൗഖ്യങ്ങളും അതോടൊപ്പം ചേർത്ത് പറയേണ്ട പുതിയ കാലത്തെ കാര്യങ്ങളുണ്ടല്ലേ. അവൻ ആയുരാരോഗ്യ സൗഖ്യം മാത്രം ഉണ്ടായാൽ പോരാ, ഇപ്പോഴത്തെ കാലത്ത് അവൻ എല്ലാ വേണ്ടാത്ത കൂട്ടുകെട്ടുകളിൽ നിന്നെല്ലാം ഒഴിവാക്കി നല്ല കൂട്ടുകെട്ടിലൂടെ ജീവിതം നന്മയിലേക്ക് നയിക്കാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരനാൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചീത്ത കൂട്ടുകെട്ടുകളിലൊന്നും പെടാതെ ജീവിതത്തെ നല്ല രീതിയിൽ നയിക്കാൻ, അല്ലെങ്കിൽ ലഹരിയുടെ അടിമത്വത്തിൽ പെടാതെ ജീവിതത്തിലേക്ക് നയിക്കാനുള്ള എല്ലാവിധ സംഭവങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അത് വളരെ പ്രധാനമാണ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് പറയാം, ആരോഗ്യവും ആയുസ്സും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതിൽ പെടാതിരുന്നാൽ മതി. അതാണ് പുതിയ കാലത്തെ അവസ്ഥ. താങ്ക് യു. തീർച്ചയായിട്ടും. സ്നേഹജ പറഞ്ഞോ. ഞാനാണ് ഇപ്പൊ പറഞ്ഞത് ബർത്ത്ഡേ. ബിന്ദുവാണ് ഒപ്പണൊക്കെ. മോൻ എന്ത് ചെയ്യുന്നു സ്നേഹ? മോൻ മ്യൂസിഷ്യൻ ആണ് സർ. സിംഗറും വെസ്റ്റേൺ ഗിറ്റാറിസ്റ്റും കമ്പോസറും ഒക്കെയാ. ഇപ്പൊ ഒരു മൂവി ചെയ്യാൻ പോകുന്നു. എവിടെയാണ് ആള്? ബാംഗ്ലൂർ തന്നെ. ബാംഗ്ലൂർ. താങ്ക് യു സർ. താങ്ക് യു സർ. നിങ്ങൾ ബാംഗ്ലൂർ തന്നെയല്ലേ? ആ സർ, ബാംഗ്ലൂരിൽ. നിങ്ങളല്ലേ എന്ന് പറഞ്ഞു പാട്ട് പാടുന്ന ആളോ? അതെ സർ. അതെ. എന്നിട്ട് നിങ്ങൾ പാട്ട് പാടിയില്ലല്ലോ അതിനുശേഷം ഇവിടെ വന്നിട്ട്? ഇല്ല, പാടിക്കണം. ഇന്ന് തന്നെ പാടിച്ചോളെ, എന്നിട്ടാ പാടാൻ പറ്റുമോ? പാടിക്കോളൂ. അല്ലെ അടുത്ത ആളത്തെ ക്ലാസ്സിൽ നിന്ന് പാടാൻ റെഡിയാണ്. ഒരു കീർത്തനം ആളത്തെ ക്ലാസ്. ബിന്ദു എന്താ പറയണ്ടേ? ബിന്ദു സാറേ, ഞാൻ ഫെബ്രുവരി 18 ക്ലാസ്സിന് ജോയിൻ ചെയ്ത് ജേർണി ടു ഹാപ്പിനെസ്സിനെ. കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കുന്നുണ്ട്. പിന്നെ ഞാന് മോന്റെ ഒക്കെ വിഷയമായിരുന്നു അഡ്മിനോട് ഞാനത് പറഞ്ഞിരുന്നത്. അത് മോളാണെന്ന രീതിയിലേ ഒരു സൈക്കാട്രിയുടെ മരുന്ന് കൊടുക്കുന്നുണ്ട് സാറേ. അപ്പൊ 2-3 ദിവസം കൊണ്ട് കൊടുത്തിട്ട് വലിയ കുറവില്ലായിരുന്നു. ഞാൻ ഇപ്പൊ സാറ് ക്ലാസ്സിൽ കയറിയതിന് ശേഷം വേറെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. അതിലൊരു ഇച്ചിരി ഭേദമുണ്ട് നേരത്തെ ഉള്ളതിനെക്കാട്ടി. പിന്നെ മോനാണെന്ന രീതി നല്ല മിടുക്കനായിരുന്നു. അവന് പിന്നെ ഈ ക്ലാസ്സിനൊക്കെ ഇപ്പം പക്ഷെ ടെസ്റ്റ് ഒക്കെ എഴുതാനൊരു മടിയൊക്കെയാ. 27 വയസ്സ് കഴിഞ്ഞു സാറേ. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പോസ്റ്റ് ഓഫീസിലാണ്. സാറിന്റെ മെഡിറ്റേഷനിലും എല്ലാം ചെയ്ത് വരുന്നുണ്ട് സാറേ. എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. എല്ലാം ശരിയാവുമെന്നൊരു സന്തോഷമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതുകൊണ്ട് ഇത് അമർത്തിയ നമുക്ക് പറയാൻ പറ്റുമോ? എന്താണ് ജെസ്സി പറ. ഞാന് എന്റെ മോന്റെ കാര്യത്തിനെ പറ്റി പറഞ്ഞാണ്. ഇപ്പൊ അവൻ വരാന്ന് പറഞ്ഞിട്ട് ഒന്നും പറയണില്ല. ഞാനൊന്ന് നോക്കിയതാണ് സാറേ. എനിക്ക് അറിയില്ല ഇതിനെ പറ്റിട്ട്. അപ്പൊ ഇതൊന്ന് സാറൊന്ന് നോക്കിയതാണ്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ എല്ലാരും കൂടെ ഒന്ന് അമർത്തി നോക്കിയതാണ് സാറിനൊന്ന് സംസാരിക്കാനായിട്ട്. ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയിരുന്നു, ഗുരുവായൂര്. അപ്പോ കേക്കുണ്ട് സാറ്? കേക്കുന്നുണ്ടാ? ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയി ഭഗവാൻ ഇങ്ങനെ തൊഴുത് നിൽക്കുന്ന നേരത്ത്
ഞാനൊന്നും ആരോടൊന്നും പറയാനൊന്നും പോയില്ല. ഭഗവാനോട് ഞാൻ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ഇങ്ങനെ തൊഴുത് നിൽക്കുകയാണ് അവിടെ. അപ്പോ ഒരു 11 മണി 12 ഒരു 2 മണി ആയിട്ടുണ്ട്. അന്നേരത്ത് ഞായറാഴ്ച നല്ല തിരക്കാ. അന്നേരത്ത് അവിടെ വാതില തുറന്നു. അവിടെ നിൽക്കണവരേനൊക്കെ കടത്തി വിട്ടു. ആ കൂട്ടത്തിൽ ഞാനും കടന്നു, ഭഗവാനെ തൊഴുതു. ഞാൻ വീട്ടിൽ പോയതാണ്. അപ്പൊ ഭഗവാനെ തൊഴാൻ വേണ്ടിട്ട് ഓടിയതാണ്. അങ്ങനെ നല്ലൊരു ശുഭായി. അവിടുന്ന് ഗുരുവായൂരപ്പന്റെ പാൽപ്പായസം കിട്ടി, ഗുരുവായൂരപ്പന്റെ കദളിപ്പഴം കിട്ടി. അങ്ങനെ വീട്ടിൽ പോന്നു. ഹാപ്പി ഹാപ്പി ഹാപ്പി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ വിഷയം, ഇന്നത്തെ സബ്ജക്റ്റ് നിങ്ങൾ എല്ലാവരെയും ഏത് രീതിയിലാണ് എടുക്കുക എന്നതിന് എനിക്ക് വലിയ മുൻവിധികളൊന്നുമില്ല. കാരണം ഏറെ കാലത്തെ കാത്തിരിപ്പിന്, അല്ലെങ്കിൽ ഏറെ കാലത്തെ എൻ്റെ തന്നെ മെന്റൽ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടാണ് നാളെ മുതൽ തുടങ്ങുന്ന ഒരു ക്ലാസ്സിനെ പറ്റി, അതിൻ്റെ ആവശ്യകതയെ പറ്റി, അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ഒരു മാറ്റത്തെ പറ്റിയിട്ട് പറയാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം ജസ്റ്റ് നിങ്ങൾ സൂചിപ്പിച്ചുകൊള്ളാം. ആദ്യം തന്നെ നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സ്ഥിരമായി ചെയ്യേണ്ട കാര്യം മറക്കാതിരിക്കാൻ നിങ്ങൾ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുക എന്നല്ല. ചില സമയത്ത് നമ്മൾ ഇത് മറന്നു പോകും, കാരണം മറ്റെന്തെങ്കിലും ചിന്തയിൽ പെട്ടുപോകും. ആണെങ്കിൽ ക്ലാസ് കേൾക്കാൻ തയ്യാറാണെങ്കിൽ, എല്ലാവരും തയ്യാറാണെങ്കിൽ തുടങ്ങിക്കോളൂ. ക്യാപ്സൂൾ എടുക്കുക, കഴിക്കുക. ആദ്യം ഐ എം ഹാപ്പി ആൻഡ് റെഡി. ഹാപ്പി ആൻഡ് റെഡി. യെസ്, ഫോർ എ ഡേ. എനിക്ക് ചെറിയൊരു പറയാതിരിക്കാൻ ചെറിയൊരു വൈമിഷ്യമുണ്ട് കേട്ടോ. അതാണ് ഈ വാക്കിൽ അത്ര ഫ്ലോ കിട്ടാത്തത്. കാരണം 100 പേരായി നിന്ന് പോയതിന് എനിക്ക് ചെറിയ വൈമിഷ്യമുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ അപ്പുറത്ത് വരാൻ പറ്റാതെ നിൽക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരു ചെറിയ വൈമിഷ്യം. കാരണം പൊതുവെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഞാൻ അത്രയും ശ്രദ്ധിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പോൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു പോകാം, ഒരു വലിയൊരു എമൗണ്ടാണ് ഞാൻ സൂമിന് കൊടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് മുന്നിൽ വെക്കുകയാണ്. ഇതിന് മുമ്പ് പ്രാവശ്യം ഞാൻ ഈ റിക്വസ്റ്റ് വെച്ചിരുന്നു. അപ്പൊ നിങ്ങൾ കുറേ ആൾക്കാർ എനിക്കതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്രയും ഫ്രീ ക്ലാസ് കാണുന്ന ആൾക്കാരുടെ, ഫ്രീ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ, യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാരുടെ മുമ്പിൽ വെക്കുന്ന റിക്വസ്റ്റ് ആണ്. നിങ്ങളെ മനസ്സിലായി, അഡ്മിൻ ഗ്രൂപ്പിൽ എല്ലാവരും വിഷമത്തിലാണ്, എന്തും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ. കാരണം ഈ സമയത്ത് ആഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ സൂമിന് വേണ്ടി ചെയ്യുക. നിങ്ങളുടെ ഓൺ തീരുമാനത്തിൽ എത്ര എന്നൊന്നും ഞാൻ പറയുന്നില്ല. പറ്റുന്നൊരു കോൺട്രിബ്യൂഷൻ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷമാവും. കാരണം എല്ലാവരും ഒത്തുപിടിച്ചാൽ, ഞാൻ നിങ്ങളോട് മാത്രമല്ല, ഇവിടെ സൂമിൽ പങ്കെടുക്കുന്നവരോട് മാത്രമല്ല, യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് എല്ലാവരുടെ റിക്വസ്റ്റ് ആണ്. ഇത്രയും എമൗണ്ട് ഒന്നിച്ചെടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രായോഗികമല്ലാത്തത് കൊണ്ട് അത്രയൊന്നും ഞാൻ കോഴ്സിനൊന്നും ചാർജ് ചെയ്യുന്നില്ല. കോഴ്സ് എല്ലാം നമ്മുടെ കോഴ്സുകൾ 666, 333, 888 ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കോഴ്സുകളാണ് നമ്മൾ അധികമായി കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ പേ നമ്പറിലേക്ക് പറ്റുന്ന കോൺട്രിബ്യൂഷൻ ചെയ്തു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കുമെന്ന് ഒരു റിക്വസ്റ്റ് മുന്നിൽ വെക്കുക. കാരണം അതാണ് എനിക്ക് ഏറ്റവും നല്ല പലതുള്ളി പെരുവെള്ളം. അതുകൊണ്ടാണ് ഒരാൾ എത്തിക്കൊട്ടുന്നത്, നിങ്ങൾ എല്ലാവരും കൂടി. അപ്പോൾ ഓക്കെ, ഇത് ഞാൻ അവിടെ പറഞ്ഞു വെച്ചു. ബാക്കി നിങ്ങളുടെ ഓൺ ചോയ്സ് ആണ്. ഗൂഗിൾ പേ നമ്പർ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേണമെങ്കിൽ താഴെ അഡ്മിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ കിട്ടും. എത്രയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രയും സന്തോഷം. ഓക്കെ, ശരി. കാരണം ഓക്കെ, റൈറ്റ്, കഴിഞ്ഞു. ഇനി നമ്മള് രസമുള്ളൊരു കാര്യം ചോദിച്ചോട്ടെ. ജീവിതത്തിൽ പലപ്പോഴും പലരും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. റൈറ്റ് ഓർ നോട്ട്? ആണ് ഉത്തരം പറഞ്ഞു. നിങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും പലരും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? യെസ്, സ്വാഭാവികമായി ഉണ്ടാവും. ജീവിതമാണെങ്കിൽ നമ്മുടെ എല്ലാ അവസ്ഥയനുസരിച്ച് നമ്മളെ പലരും പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ടാകും. അതിന് യാതൊരു തര സംശയവും ആർക്കും ഉണ്ടാവില്ല. പക്ഷെ ചോദ്യം ഇതാണ്, അവരോടെല്ലാം ഇപ്പോഴും നമ്മളൊരു പക വെച്ച് പുലർത്തുന്നില്ലേ എന്നതാണ്.
അവരോടെല്ലാം ഒരു ചെറിയ പക നമ്മുടെ മനസ്സിലുണ്ടോ ഇല്ലേ? ഇല്ല എന്ന് മാത്രമേ നമ്മൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവര് പറയുകയുള്ളൂ. യെസ്, ഇവിടെ നിങ്ങൾ ഇത് മാത്രമേ പറയൂ. ഇത് സത്യസന്ധമായിരിക്കണം. ക്ലാസ്സിലിരിക്കുമ്പോ ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ മനസ്സിൽ തോന്നിയത് കൊണ്ട് അല്ലെങ്കിൽ ഈ പുഞ്ചിരിക്കുന്നത് കൊണ്ട് പറയണ്ട. ആത്മാർത്ഥമായി ആലോചിച്ച് നോക്കുക. എവിടെയോ എന്തോ ഒരു സംഭവം ബാക്കി ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതിനെപ്പറ്റി മാത്രമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഉണ്ടായിരുന്നു എന്ന സത്യമാണ്. നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ക്ലാസ്സിൽ കൂടിയതിനു ശേഷം പണ്ടുമില്ല ഇപ്പോഴുമില്ല. ഒരിക്കലും അങ്ങനെയാണെങ്കിൽ നിങ്ങളെ എളുപ്പത്തിൽ വിളിക്കുന്ന പേര് മനുഷ്യനല്ല എന്നായിരിക്കും കേട്ടോ. പണ്ടും ഇന്നും നിങ്ങളെ ദ്രോഹിച്ച ഒരാളോട് പകയില്ലെങ്കിൽ മനുഷ്യനല്ല എന്ന് പറയും. കാരണം അത് മനുഷ്യന്റെ ന്യൂറോ സയൻസ് സിസ്റ്റം അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോഴില്ല എന്ന് പറയാം, പക്ഷെ വീണ്ടും ഉണ്ടാവും. ഇപ്പോഴില്ല എന്ന് പറയുന്നതിന് പ്രധാന കാര്യം അത് പറഞ്ഞു തരാൻ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി വരണം. ഇല്ലാത്തവർക്കാണ് അത്രയും നല്ലത്. ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ്. ഇല്ലാത്തവരെ പറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പക മനസ്സിൽ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പൊ എക്സിറ്റ് ചെയ്ത് പോവുക. അപ്പൊ മറ്റ് കുറച്ച് ആൾക്കാർ പുറത്ത് കാത്തിരിക്കുന്നുണ്ട്, അവർക്ക് കയറി വരാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ. ദേഷ്യവും പകയൊക്കെ ഞാൻ ഒന്ന് തന്നെ ഉദ്ദേശിച്ചത്. ദേഷ്യവും പകയൊക്കെ സെയിം ആണ്. അപ്പോ നമ്മൾ എത്രയാണ് സംഭവം, നമ്മളെ വേദനിപ്പിച്ചവരോട് ദേഷ്യം അല്ലെങ്കിൽ പക മനസ്സിൽ വെച്ച് പുലർത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴറിയാം. നമ്മളുടെ മനസ്സിൽ തന്നെ നമ്മളായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കും, നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടാവുന്നു എന്നതാണ്. അത് നമ്മളെ കൂടുതൽ കടുത്ത അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള പ്രതികരണങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ലളിതമായി പറഞ്ഞാൽ, നമുക്ക് ഒരാളോട് ദേഷ്യമോ സങ്കടമോ പകയോ ദുഃഖമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അവരോട് പിന്നെ പെരുമാറുന്ന പെരുമാറ്റത്തിൽ ഇമോഷണൽ കയറി വരികയും ചെയ്യും. അത് നമ്മളെ കൂടുതൽ നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ ദേഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ അത് സങ്കടമായി മാറും. അല്ലെങ്കിൽ സങ്കടമായി മാറുക, അല്ലെങ്കിൽ അതിന് ഒരു സങ്കടം അല്ലെങ്കിൽ ദുഃഖം ആയി മാറുന്നു, തീരാ ദുഃഖമായി മാറുന്നു. ആ സമയത്ത് സങ്കടം അനുഭവിക്കും, പിന്നെ ആ സങ്കടം ദുഃഖമായി മാറും. ഇതല്ല മറ്റൊരു അതിന് അപ്പുറത്തുള്ള ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് ദേഷ്യം പിന്നെ അത് പകയായി മാറും. ദേഷ്യത്തിന് ആദ്യം ദേഷ്യം ഉണ്ടാവുന്നു, ആ ദേഷ്യം നമുക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ അയാള് നമ്മളെക്കാളും പ്രബലനാണെങ്കിൽ അയാളോട് സങ്കടമുണ്ടാവും, അല്ലെങ്കിൽ അയാളോട് അത് ഓർത്തിട്ട് സങ്കടമുണ്ടാവുന്നു. മറ്റൊന്നാണെങ്കിൽ നമുക്ക് അവരോട് പകയുണ്ടാവുന്നു. ഇത് രണ്ടും ഒരേ വകഭേദം തന്നെയാണ്. രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. പക്ഷെ ഇത് ചെയ്യുന്നത് എന്താണ് എന്നതാണ് വിഷയം. ഇതുകൊണ്ട് സംഭവിക്കുന്നത് നമ്മുടെ തന്നെ ഇമോഷണൽ ബ്ലോക്കേജുകളാണ് ഇതിൽ വരുത്തുന്നത്. ഇമോഷണൽ നെഗറ്റിവിറ്റി നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ദേഷ്യമാണ് വരുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ കോർട്ടിസോൾ ഡെവലപ്പ് ചെയ്യും. നമുക്ക് പകയാണ് വരുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ കോർട്ടിസോൾ തന്നെ ഡെവലപ്പ് ചെയ്യും. രണ്ടും സെയിം ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ എപ്പോഴാണോ കോർട്ടിസോൾ കൂടുതൽ ഉണ്ടാവുന്നത്, അപ്പോൾ നമ്മുടെ ശാരീരിക മാനസിക പ്രവർത്തനം താറുമാറായി പോകുന്നു. ഇത് നമ്മുടെ നിരന്തരമായി അതുണ്ടായാൽ ഓരോ പ്രാവശ്യം അവർ ഓർക്കുമ്പോഴും നമുക്കതുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം താറുമാറാവാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. ഇത് നമ്മുടെ ജേർണി ടു ഹാപ്പിനെസിനെ ഫണ്ടമെന്റൽ ആയിട്ട് പഠിപ്പിക്കുന്ന കോഴ്സാണ്. റിമൂവ് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്ന നമ്മുടെ മാലിന്യങ്ങൾ എന്ന് പറയുന്ന ആ സാധനത്തിലെ ഒരു പ്രധാന കാര്യമാണ് സങ്കടം അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്ന ഒരു കാര്യം. ഇത് നമ്മൾ മനസ്സിലാക്കാത്തടത്തോളം കാലം ഒരാൾ നിങ്ങളെ നിരന്തരം വേദനിപ്പിച്ചാൽ അതിന് പ്രതികരിച്ച് ദേഷ്യത്തിലും അതിന്റെ കടുപ്പത്തിലും ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങളിലെ ഉള്ളിലെ ക്ഷമയുടെ കഴിവിനെ ഇല്ലാതാക്കി മനസ്സിൽ അനാവശ്യമായ നെഗറ്റീവ് ചിന്തകളെ കൊണ്ടുവരുന്നു. ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് സംഭവിച്ചല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അത് നിങ്ങളുടെ ഇല്ലാതാക്കി കഴിയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ,
ഒരു സന്തോഷമുണ്ടല്ലോ. ഒരാൾ നിങ്ങളോട് ഒരു മോശമായി പെരുമാറിയാലും അതിനെ ഒരു മൈൻഡും ചെയ്യാതെ മുന്നോട്ട് പോകാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അവസ്ഥയുണ്ടല്ലോ. ഇത് ഒരു 10 വർഷം മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ ജീവിതം ആലോചിച്ചു, ഒരു 15 വർഷം മുമ്പേ ഉണ്ടായിരുന്നു എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ എന്ന് ആലോചിച്ചു. സങ്കടവും ദുഃഖവും ദേഷ്യവും ഒക്കെ ഒരേ നാണയം തന്നെയാണ്. സങ്കടം വരുന്നത് എന്ന് പറഞ്ഞാൽ ലോ എനർജിയാണ്. ദുഃഖം എന്ന് പറയുന്നതും ഇതൊക്കെ സെയിം തന്നെയാണ്. ഇമോഷണൽ വ്യത്യാസമൊന്നുമില്ല. ദുഃഖം അതിൽ പിടിച്ച് നിൽക്കും, സങ്കടം ഇൻസ്റ്റന്റ് ആയിരിക്കും. സങ്കടം കുറച്ച് കഴിയുമ്പോൾ പോവും. സങ്കടം പോയി കഴിഞ്ഞിട്ട് പിന്നെ ദുഃഖം ക്രിയേറ്റ് ചെയ്യാം. ചോദിച്ച ചോദ്യം സങ്കടം വന്നാലും സെയിം തന്നെയാണ്. സങ്കടം വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ദേഷ്യം വരും ആദ്യം, പിന്നെ സങ്കടം വരും. സങ്കടം ദുഃഖമായി മാറും. അതിൽ നിന്നും പിന്നെ അത് പകയിലോട്ടോ ദുഃഖത്തിലോട്ടോ കൺവേർട്ട് ചെയ്യപ്പെടും. പക നിങ്ങൾക്ക് പ്രതികാരം വീട്ടാൻ പറ്റുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്നല്ല, നമ്മൾ പകയിലേട്ട് അതിൽ കൊണ്ടുപോകും. അല്ലാത്തൊരു ആളാണെങ്കിൽ അതിന് വിടും. ഭർത്താവിനോട് ആദ്യം നിങ്ങൾക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് അടുത്ത നിമിഷം ഭർത്താവ് പിന്നെ 2 ചാട്ടം ചാടുമ്പോൾ നിങ്ങൾക്ക് സങ്കടമായി മാറും. ആ സങ്കടം പിന്നെന്താവും? ആ സങ്കടം പിന്നെ ദേഷ്യമായി നിലനിൽക്കും. അല്ലെങ്കിൽ മനസ്സിൽ കുറിച്ചിട്ട് കിട്ടിയ ചാൻസിന് തിരിച്ചൊന്ന് കൊടുക്കുകയും ചെയ്യും. ഇത് പകയാണ്. ഒന്നുമില്ല, അത്യാവശ്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കറിയിൽ കുറച്ച് ഉപ്പിട്ടിട്ടെങ്കിലും അന്നത്തെ ദിവസം വേണമെങ്കിൽ തിന്നാ. എന്നിട്ട് കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു സാധനം വേണമെങ്കിൽ തിന്ന് എന്ന് പറഞ്ഞാൽ ഇത് പക തന്നെയാണ്. ഇല്ല എന്നാരും പറയരുത്. ലളിതമായി പറഞ്ഞു, അനുഭവമാണല്ലോ നമുക്ക് എപ്പോഴും പറഞ്ഞു തരുന്നത്. ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇരിക്കുന്നുണ്ട്, ഒന്നും മനസ്സിലായിട്ടില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ജീവിതമൊക്കെ ഇങ്ങനെയാണ്. നിങ്ങൾ ആരും എല്ലാവരും ഇതെല്ലാം ജീവിതത്തിൽ നമുക്കെല്ലാം ഉള്ളതാണ്. ഒരു വ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആരും ഇതെന്താ സത്യഭാരമൊന്നും അല്ല, എല്ലാവരും അതിന്റെ ഭാഗമാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ വിഷയം എവിടെയാ? ഇത് ഇല്ലാതാക്കുകയല്ല. ഞാൻ എപ്പോഴും പറയുന്നത് ഇമോഷൻസ് ഇല്ലാതാക്കുകയല്ല വിഷയം. ഇമോഷനെ ഇവിടെ കൊണ്ടുപോയി വെക്കില്ലേ, തോളത്ത് തട്ടി താലോലിക്കുമ്പോൾ മാത്രമേ വിഷയമുള്ളൂ. മനസ്സിന്റെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ, സാഹചര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായി പരിഹാരം എന്ന നിലയിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ആ കാര്യത്തെ പറ്റിയിട്ടാണ് പ്രധാനമായും പറഞ്ഞു പോകുന്നു. കുറെ കാര്യങ്ങൾ പോകുന്നില്ല, കാരണം ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഇത് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാരം കുറക്കാൻ പറ്റുമെന്നാണ്. ബാക്കിയൊക്കെ കുറേ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഞാൻ വീണ്ടും 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 പറഞ്ഞതാക്കുന്നില്ല. എല്ലാവർക്കും നിങ്ങൾക്ക് അറിയുന്നതാണ്. മനസ്സിലെ ഭാരം ഇറക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ശുദ്ധമായി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പുതിയതായി ക്ലാസ്സിൽ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്, മനസ്സിലെ ഭാരം മാറ്റിവെക്കാൻ നിങ്ങൾ അത് ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി 1-2 സ്റ്റെപ്പുകൾ പറഞ്ഞു പോകാം. നേരത്തെ ഒരാൾ പറഞ്ഞില്ല എനിക്ക് പകയില്ല വിദ്വേഷമില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതായത് നമുക്ക് മനസ്സിലെ ഭാരമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഒന്നാമത്തെ വിഷയം. അതായത് എനിക്ക് ഈ അവസ്ഥയുണ്ട്, എനിക്കൊരാളോട് ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, വിദ്വേഷമുണ്ട്, പകയുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുന്നിടത്ത് മാത്രമേ തുടക്കം സാധ്യമാവുള്ളൂ. ഇത് മനസ്സിലാക്കാത്തവരോടുള്ള ഹംബിൾ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ തുടർ വീഡിയോ കാണരുത്, തുടർ ക്ലാസ്സിൽ ഇരിക്കരുത്. കാരണം പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒന്നും പറയാനില്ല. ഇത് സാധാരണ 99% ആൾക്കാർക്ക് മനസ്സിലാവേണ്ട കാര്യമാണ്. മനസ്സിലായില്ലെങ്കിൽ പിന്നെ വെറുതെ സമയം വേസ്റ്റ് ആക്കരുത് എന്നാണ് ഏറ്റവും വലിയ റിക്വസ്റ്റ്. ഇനി അത് മനസ്സിലാക്കുക. അതായത് ഇതിന്റെ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ പ്രക്രിയയുടെ പേരാണ് ഹൊപ്പനൊപ്പോ എന്ന് പറയുന്ന സാധനം. ഹൊപ്പനൊപ്പോ എന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും നിങ്ങൾക്ക് അറിയുന്നതാണ്. നമ്മൾ 4 വാക്കിലൂടെ നമ്മളുടെ മനസ്സിലുള്ള സങ്കടത്തെ, ദുഃഖത്തെ, ദേഷ്യത്തെ, പകയെ ഇല്ലാതാക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് നമ്മുടെ ആത്മാവിന്റെ ആന്തരികമായ സംഘർഷത്തെ, വേദനയെ, അതിലൂടെ ഉണ്ടാകുന്ന അസമാധാനത്തിനെയും അസന്തുഷ്ടിയെയും ഒഴിവാക്കാനായിട്ട് നമ്മുടെ തന്നെ മനസ്സിലെ ഭാരത്തെ നാം സ്വയം ഒഴുക്കി അല്ലെങ്കിൽ ഒഴുക്കി കളയുന്ന പ്രക്രിയയാണ് ഒപ്പനൊപ്പോ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇതിനെപ്പറ്റി പറയണമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം തീർത്ത് പറയാം. നിങ്ങളെ ഒരാൾ സങ്കടപ്പെടുത്തുകയോ ദുഃഖിപ്പിക്കുകയോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ മുമ്പിൽ പോയിട്ട് സാഷ്ടാംഗ പ്രണാമം നടത്തിയത് കൊണ്ടോ കാല് പിടിച്ചത് കൊണ്ടോ കെഞ്ചി പറഞ്ഞത് കൊണ്ടോ അതിൽ ഒരു മാറ്റവും വരില്ല എന്ന് ആദ്യം തിരിച്ചറിയുക. കാരണം ഇതെല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് എന്റെ ഹൃദയത്തിലായതുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ നിന്ന് പോയിട്ട് മാറ്റപ്പെടുത്താണ്ടിരിക്കും. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രക്രിയ എന്താണ്? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ നമുക്ക് ഒരാളോട് ദേഷ്യം അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ദേഷ്യപ്പെടുത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ
നമ്മൾ അവരോട് പോയി റിക്വസ്റ്റ് ചെയ്യും, എന്നോടൊന്ന് പുറത്തു തരാമോ, എന്നോടൊന്ന് ക്ഷമിച്ചു തരാമോ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയി റിക്വസ്റ്റ് ചെയ്യും. അപ്പൊ അയാൾ പറയും ഓക്കെ ശരി എന്നാ ക്ഷമിച്ചു. പക്ഷേ അത് നമുക്ക് ഡബിൾ ഭാരം ഉണ്ടാക്കി തരികയേ ചെയ്യുള്ളൂ. കാരണം നമ്മൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാരം കുറക്കാനാണ്. വീണ്ടും നമ്മുടെ ആത്മാഭിമാനത്തെ അവിടെ കൊണ്ടുപോയി പണയം വെച്ചിട്ട് നമ്മൾ അയാൾ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറയുകയും ചെയ്യും. നമ്മുടെ മനസ്സിൽ ഡബിൾ ആയിട്ട് വീണ്ടും ആ സിറ്റുവേഷൻ ഉണ്ടാവും, ഈ മാപ്പ് ചോദിച്ച സിറ്റുവേഷൻ ഉണ്ടാവും, രണ്ടും കൂടി കലർന്നിട്ട് പിന്നെ അവൻ എപ്പോ കാണുന്നു അപ്പോഴിതൊരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ച് നിൽക്കും. എന്നെ കൊണ്ട് ഇവൻ തെറ്റ് ചെയ്യിപ്പിക്കും, ഇവനെ കൊണ്ട് ഇവൻ എന്നെ ചീത്ത പറയുകയും ചെയ്തു, അല്ലെ ഇവൻ എന്നെ സങ്കടപ്പെടുത്തുകയും ചെയ്തു, എന്നിട്ട് ഞാൻ അവനോട് പൊറുക്കാൻ വേണ്ടി അവനോട് പോയി പറയുകയും ചെയ്തു എന്ന് പറയുന്ന രണ്ട്. ഇത് സത്യമല്ലേ? ഞാൻ പറയുന്ന ഈ കാര്യം നിങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് വളരെ ഹാംഫുൾ ആയ ഒരു സാധനമാണ്. ഇത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് ക്ഷമിച്ച് കൊടുക്കുക എന്നുള്ളതാണ്, ക്ഷമിപ്പിക്കുക എന്നതല്ല. നമ്മൾ ഒരാളോട് ഫൊർഗീവ് ചെയ്യാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അയാളോട് പോയിട്ട് എന്നെ ഒന്ന് പുറത്തു തരണേ എന്ന് പറയുന്നതല്ല ഫൊർഗീവ്നെസ്. ഇത് കിടക്കുന്ന നമ്മുടെ മനസ്സിലെ ഭാരമാണ്. നമ്മളാണ് ഈ സാധനത്തെ ഒരുക്കി കളയേണ്ടത്, അല്ലാതെ അവനല്ല, അയാളല്ല. അയാൾ ഒരുക്കാതിരിക്കുക എന്ത് വേണം ചെയ്തോട്ടെ, വി ജസ്റ്റ് ഡോണ്ട് കെയർ ഇറ്റ്. നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക, ഈ ഭാരത്തെ ഇവിടെ നിന്ന് ഇറക്കി വെക്കുക. എല്ലാം കിടക്കുന്നത് ഇവിടെയാണ്, മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നതിലല്ല കാര്യമുള്ളത് എന്ന തിരിച്ചറിവാണ് ഫൊർഗീവ്നെസിന്റെ ഒന്നാമത്തെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഹൊപ്പനപ്പോ വർക്ക് ചെയ്യുന്നത്. ഹൊപ്പനപ്പോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, അതിനു മുമ്പ് സ്റ്റെപ്പ് പറയാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? ഒന്ന് ടൈപ്പ് ചെയ്യാവൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? എല്ലാവർക്കും ഒറ്റ ഉത്തരേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം, ഈ ക്ലാസ്സിലുള്ളവർക്ക്. എന്നാലും ചോദിച്ചു. വന്നു, ഉത്തരം വന്നു. എന്റെ മോനെ വന്നു. അവിടെയാണ് തിരുത്തൽ തുടങ്ങേണ്ടത്. ബാക്കിയുള്ള ടൈപ്പിംഗ് എന്റെ മോനെ എന്ന് പറഞ്ഞവര് താഴെ പറഞ്ഞ ടൈപ്പിംഗ് എല്ലാം നോക്കിക്കോളൂ കേട്ടോ, ഞാൻ ഉത്തരം പറയുന്നില്ല. പണ്ട് കാലത്ത് ഞാനും ഇത് തന്നെ പറഞ്ഞു. എന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന വെച്ചാൽ അപ്പോൾ എന്റെ കുടുംബത്തെ എന്ന് പറയും. പിന്നെ മനസ്സിലായത് ഈ കുടുംബം എന്നാൽ ഞാൻ ഉണ്ടായാൽ മാത്രമേ കുടുംബം ഉള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഇല്ലാതെ എന്റെ കുടുംബം ഉണ്ടാവില്ല. അപ്പൊ ആദ്യം ആരാണ്? എന്റെ കുടുംബത്തെ എന്ന് പറയുമ്പോൾ ആദ്യം ആർക്കാണ് പ്രാധാന്യം? ഇത് അംഗീകരിച്ചാൽ മാത്രം മതി കേട്ടോ. നിങ്ങളെ ആരെയാണ് ഏറ്റവും ഇഷ്ടം? എന്റെ മോനെ. അപ്പൊ ആരാണ് ഫസ്റ്റ് ഉള്ളത്? ഞാനാണ് ഫസ്റ്റ് ഉള്ളത്. തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. പറയുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് മനസ്സിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ്. നമ്മളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഒരാളോട് ക്ഷമിക്കണമെങ്കിൽ ആരോടാണ് ക്ഷമിക്കേണ്ടത്? നമ്മളോട് തന്നെയാണ്, അല്ലെ? നമ്മളെ സങ്കടപ്പെടുത്തുന്ന ആരാണ് യഥാർത്ഥത്തിൽ? നമ്മളെ സങ്കടപ്പെടുത്തുന്ന ആരാണ്? ടൈപ്പ് ചെയ്ത് നോക്കൂ. നമ്മൾ തന്നെയാണ്, അല്ലെ? നമ്മൾ എടുത്തു വെക്കുന്ന പ്രാരാബ്ധങ്ങൾ, നമ്മൾ വഴിയെ പോകുന്നതിനെടുത്ത് തലയിൽ വെച്ച് നമ്മൾക്കുണ്ടാക്കുന്ന തെറ്റിദ്ധാരണകൾ ശരിയായ ധാരണയില്ലായ്മ കൊണ്ട് നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ സകല കാര്യങ്ങളും ഒന്ന് തിരിച്ചറിയുക, അല്ലെ? മറ്റൊരു കാര്യത്തിൽ പണ്ട് ഈ ഹിന്ദു അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിൽ ദൈവം ഇവിടെ കൂട്ടിക്കൊള്ളുന്നു വെച്ചാൽ എല്ലാവരും അയ്യോ ഇത് ഇവിടെ തന്നെയാന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റേ ഈ വേദന എവിടെയുണ്ടെന്ന് വെച്ചാൽ അത് അവൻ തന്നാന്ന് പറയും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതിലേക്ക് പോണില്ല. അപ്പോ നമ്മളെ തന്നെയാണ് സ്നേഹിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തിപ്പിക്കുന്നതും ദേഷ്യമുണ്ടാക്കുന്നതും പകയുണ്ടാക്കുന്നതും എല്ലാം നമ്മളിലേക്ക് തന്നെയാണ്. അപ്പോൾ ഫൊർഗീവ്നെസ് നമ്മൾ എവിടെ ചെയ്യണം? നമ്മളിൽ തന്നെ ചെയ്യണം, അല്ലെ? യാതൊരു തർക്കവും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒപ്പനപ്പോ എന്ന് പറയുന്ന ഈ ടെക്നിക്സ് നമ്മൾക്ക് തന്നെ പൊറുക്കാനും മറക്കാനും സ്നേഹിക്കാനും പഠിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അതിനു മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് നമുക്ക് മനസ്സിലാവേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം ആത്മപരിശോധനയും സ്വമനനവും എന്ന് പറയും. അതായത് നമ്മളെ പറ്റിയിട്ടുള്ള, നമ്മുടെ മനസ്സിനെ പറ്റിയിട്ടുള്ള, നമ്മുടെ സിറ്റുവേഷനെ പറ്റിയിട്ടുള്ള
കൃത്യമായ ആത്മപരിശോധന ആവശ്യമാണ്. ഞാൻ എവിടെ നിൽക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്താണ് എൻ്റെ അവസ്ഥ, എന്താണ് എന്നെ സങ്കടപ്പെടുത്തുന്നതും എന്നെ സന്തോഷിപ്പിക്കുന്നതും എന്നുള്ള ആത്മപരിശോധന അനിവാര്യമാണ്. അതിന്റെ കൂടെ തന്നെ സ്വമനനം എന്ന് പറഞ്ഞാൽ അവനവൻ സ്വന്തം മനസ്സിനെ മനസ്സിലാക്കുക. എന്റെ മനസ്സ് ഇങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്ത് മാത്രമേ ഇതിന് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് എത്ര പേർക്ക് നമ്മുടെ മനസ്സിനെ അറിയാം? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കേ, എത്ര പേർക്ക് നമ്മുടെ മനസ്സിനെ അറിയാം? 90% പറയും ഇല്ല എന്ന്. പക്ഷെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അല്ലെ? കുറെ ആൾക്കാരുണ്ടാവും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ മനസ്സിലായോന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ. ഇത് സ്വന്തം മനസ്സിനെ മനസ്സിലാക്കുക. ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് വേദന നൽകിയ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു, അവിടെ വരുന്ന മാനസികമായ സംഘർഷങ്ങൾ എന്തൊക്കെയായിരുന്നു, അവയെ ഞാൻ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാക്കുക വളരെ പ്രാധാന്യമാണ്. ഒന്നുകൂടി പറയാം, നമുക്ക് വേദന നൽകുന്ന അനുഭവങ്ങൾ ഏതൊക്കെ രീതിയിലായിരുന്നു, എന്തൊക്കെയായിരുന്നു, ആ സമയത്ത് നമ്മൾ അനുഭവിച്ച മാനസികമായ സംഘർഷം എന്താണ് എന്ന് മനസ്സിലാക്കാം. അവയെ ഞാൻ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക വളരെ അത്യാവശ്യമാണ്. ഇത് വളരെ അത്യാവശ്യമാണ്. ഇതിന് കുറച്ച് സമയം നൽകുക. ഒരു സംഭവം നടക്കുമ്പോൾ ഇരുന്ന് നാളേക്ക് എന്താണ് ഇപ്പൊ എനിക്ക് സംഭവിക്കുന്നത്, അവൻ അങ്ങനെ പറഞ്ഞു, എവിടെയാണ് എന്നെ ട്രിഗർ ചെയ്തത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാള് നിങ്ങളെ സങ്കടപ്പെടുത്തുന്നുവെങ്കിൽ ആ സിറ്റുവേഷൻ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, യഥാർത്ഥത്തിൽ ആ സമയത്ത് നടന്ന ആ സംഭവമായിരിക്കില്ല നിങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവുക. അതേ സിറ്റുവേഷനോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ മറ്റൊരു സന്ദർഭമോ ജീവിതത്തിൽ പലപ്പോഴും വന്നു പോകുകയോ അതിനെ ഈ സിറ്റുവേഷനുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫീലിംഗ് എത്താറ്. അല്ലാതെ ആ സിറ്റുവേഷൻ മാത്രമായിരിക്കില്ല അത് ചെയ്യുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് വിശകലനം ചെയ്താൽ മനസ്സിലാവും. അത് ചിലപ്പോൾ ഏറ്റവും വലിയ അടി നടക്കുന്ന വീട്ടിനകത്തായിരുന്നു, വീട്ടിൽ തന്നെ പറയാം, ഭർത്താവ് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ, ഭാര്യ എന്തെങ്കിലും ചോദിച്ചാൽ ഒരു പൊട്ടിത്തെറി തെറിക്കുന്നതിന് പ്രധാന കാരണം അപ്പോൾ നടന്ന ആ ചോദ്യമോ ആ കാര്യമോ ആയിരിക്കില്ല, മുമ്പെപ്പോഴോ എവിടെയോ പറഞ്ഞു വെച്ച് ആ സാധനം നമ്മളിവിടെ പേര് നിൽക്കുന്നുണ്ടാവും. അതാണ് നട്ട് പൊട്ടുന്നത്. പൊട്ടാനുള്ള കാരണം ഇതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. എളുപ്പം പറയാം, നമുക്കറിയാലോ, ഒരു കുരു ഉണ്ടായിക്കഴിഞ്ഞാൽ പൊട്ടുമ്പോൾ മാത്രമാണ് വേദന വരുന്നത്, അതുവരെ കുരു ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയില്ല. പൊട്ടിയാൽ മാത്രമാണ് അയ്യോ പൊട്ടിപ്പോയി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പൊട്ടിയാൽ കുറേയൊക്കെ കുറഞ്ഞു പോകുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. അതുകൊണ്ട് പിന്നെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം ചിന്തിക്കുക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിൽ ഏത് വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് സജീവമാകുന്നത്. നെഗറ്റീവ് വരുന്നു എങ്കിൽ എന്ത് ടൈപ്പുള്ള നെഗറ്റീവാണ് വരുന്നത്? ആ പ്രതികരണങ്ങൾ നമ്മൾ സ്വയം സൃഷ്ടിച്ചതാണോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രേരണകളിൽ വന്നു ചേർന്നതാണോ എന്നുള്ള സാധ്യതയൊന്ന് പരിശോധിക്കുക. ഏകദേശം നമ്മൾ സൃഷ്ടിച്ചതായിരിക്കാം, അതിനെ പറ്റിയിട്ടുള്ള ഒരു മുൻവിധിയോട് നമ്മൾ സൃഷ്ടിക്കുക. ചിലപ്പോൾ അതല്ല, മറ്റുള്ളവരതും ആയിരിക്കാം. ഞാൻ ഒരു സിറ്റുവേഷൻ ജസ്റ്റ് ഉദാഹരണം പറയാം. അമ്മായിയമ്മയും അമ്മായിയപ്പനും അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും ഉള്ള വീട്ടിലാണെങ്കിൽ, അല്ലെ തിരിച്ചു അങ്ങോട്ടേക്കാണ് ഞാൻ ഇവിടെ കണക്ട് ചെയ്തതായി പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. രണ്ടും സിറ്റുവേഷനിൽ ഭാര്യയും ഭർത്താവും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നോർമലി സംസാരിച്ചു കൊണ്ടുണ്ടാവും, നല്ല രീതിയിലുണ്ടാവും. അതിന്റെ ഇടയിലായിരിക്കും അമ്മായിയമ്മയുടെ വരവ് അല്ലെങ്കിൽ മറ്റൊരു എക്സ്റ്റേണൽ കാര്യത്തിന്റെ വരവ്. ഈ വരുന്ന സമയത്ത് നേരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ഏതെങ്കിലും ഒരാളുടെ ട്യൂൺ മാറുകയും അത് മറ്റാൾക്ക് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു പൊട്ടലുണ്ടാവും. ഇത് ജീവിതത്തിൽ നിങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞ ബാഹ്യ പ്രേരണകളാണോ സംഭവിക്കുന്നത് അല്ലെങ്കിൽ സ്വയം സൃഷ്ടിച്ചതാണോ എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ബാഹ്യ പ്രേരണയാണെങ്കിൽ ഇയാളെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ സിറ്റുവേഷനിൽ ഇപ്പൊ ഭാര്യയാണ് ചൂടായതെങ്കിൽ ഭർത്താവിനോടായിരിക്കും ചൂടാവുക. അതവിടെ ദേഷ്യം കെട്ടുന്നിപ്പോ യഥാർത്ഥത്തിൽ ഭർത്താവും ഭാര്യയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അത് മനസ്സിലാക്കാത്തതുകൊണ്ട് അവിടെ പൊട്ടിത്തെറി ഇങ്ങനെ ഉണ്ടാവും. തിരിച്ച് മറ്റേ സിറ്റുവേഷനെ പറ്റി ആലോചിച്ച് നോക്കുക. നമ്മൾ തന്നെ രണ്ടുപേരും സംസാരിക്കുക അല്ലെങ്കിൽ മൂന്നാമതൊരാൾ അവിടെ ഉണ്ടാവുകയും ഇവർ പറഞ്ഞത് ശരിക്കും നമുക്ക് മനസ്സിലാവാതെ നമ്മുടെ എക്സ്പെക്ടേഷനിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, അതും ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്. ആൾക്കാർ
കോൺട്രിബ്യൂഷൻ അയച്ചതിന് സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഗൂഗിൾ പേ പൈസ വരുന്നത് ഒന്ന് പറയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആൾക്കാർ പൈസ അയക്കുന്നതിന് സന്തോഷം എന്ന് പറയാം. അപ്പോൾ ചിന്തിക്കുക, ഇത്തരം സിറ്റുവേഷൻ ചിന്തിക്കുക. ഇനി മൂന്നാമതായിട്ടുള്ള കാര്യമാണ് ക്ഷമയുടെ പ്രാധാന്യത്തെ പറ്റി. അതായത് നമ്മൾ കൃത്യമായ വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയും. എന്താണ് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 4 വാക്കുകൾ ഞാൻ പറയാം. ഏത് സിറ്റുവേഷനിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ്. ആരോടും പറയേണ്ടതില്ല, നമ്മളോട് തന്നെ പറഞ്ഞാൽ മതി. അത് എഴുതി വെച്ചോളൂ. നമുക്ക് നിത്യം ഉപയോഗിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ആരോടും പോയി പറയണ്ട, നിങ്ങൾ രഹസ്യമായി പറഞ്ഞാലും മതി. എന്നോട് ക്ഷമിക്കുക, ദയവായി എന്നോട് ക്ഷമിക്കുക. താങ്ക് യു, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് യു, എന്നോട് ക്ഷമിക്കുക, എന്നോട് ക്ഷമിക്കണം. പ്ലീസ് ഫോർഗീവ് മീ, ദയവായി ഫോർഗീവ് മീ, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. നിത്യവും പ്രാക്ടീസ് ചെയ്യാൻ 4 വാക്കാണ്. പക്ഷെ ഇത് വെറും വാക്കായിട്ട് കരുതരുത്. ഇത് മനസ്സിന്റെ ആന്തരികമായ മാറ്റത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് വീണ്ടും നമ്മളെ സംബന്ധിച്ച് പ്രായോഗികമല്ല എന്നുള്ളതാണ്. കാരണം ഇത് മനസ്സിലാക്കിയിരിക്കാൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അതൊക്കെയല്ല, അതിന് വേണ്ടിയിട്ട് നാളെ രാത്രി മുതൽ അടുത്ത 3 ദിവസത്തേക്ക് നമ്മൾ ഹൊപ്പനൊപ്പോ മെഡിറ്റേഷൻ തുടങ്ങുന്നു. ഒപ്പനൊപ്പം മെഡിറ്റേഷൻ 1 മണിക്കൂർ നേരമാണ്. 10 മണി തൊട്ട് 11 മണി വരെ നമ്മൾ ഈ നമ്മുടെ സിറ്റുവേഷനെ മുഴുവൻ, ഏതൊക്കെ സിറ്റുവേഷൻ ആണോ കറക്റ്റ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ സിറ്റുവേഷൻ ആണോ നമുക്ക് വിഷയമായി കിടന്നത്, അതിനെയൊക്കെ ഒന്ന് റീകോൾ ചെയ്തിട്ട് ഓരോന്നിനെയും ഡൈല്യൂട്ട് ചെയ്ത് കളയുകയാണ്. ഓരോ സിറ്റുവേഷനെയും നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ഡൈല്യൂട്ട് ചെയ്യുകയാണ്. 3 ദിവസം കൊണ്ട് നിങ്ങളിൽ അതുല്യമായ മാറ്റം 100% ഉണ്ടായിരിക്കും. ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ നേരത്തെ യൂട്യൂബിൽ ഇട്ടിരുന്നു. കുറേ ആളുകൾ താഴെ എഴുതി കണ്ടു. ഞാനിത് പ്രാക്ടീസ് ചെയ്തു, എനിക്ക് നല്ല റിസൾട്ടാണ്, ഞാനിത് പ്രാക്ടീസ് ചെയ്തു, എനിക്ക് നല്ല തീർച്ചയായിട്ടും ഇത് തന്നെ ഉണ്ടാവും, യാതൊരു തർക്കവുമില്ല. കാരണം അത് നമ്മൾ ശരിക്കും, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വിഷയം ബ്ലോക്കേജുകളാണ്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ബ്ലോക്കായി മാറും. കാരണം നമ്മൾ ബ്ലോക്കേജിലേക്ക് എത്തും. നമുക്ക് ഈഗോ നമ്മുടെ വർക്ക് ചെയ്യും. അതങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നും. ഫോർഗീവ്നെസ് അല്ലെങ്കിൽ ഒരാളോട് പോയി ക്ഷമ ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെ വലിയ വിഷയമായിരിക്കും. ഈഗോസ്റ്റിക് എന്ന് പറയുന്നില്ലേ, ഒരാളെ ഒരു വ്യക്തിത്വം ഉണ്ടാക്കുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ട്. പക്ഷെ നമ്മളിത് സെൽഫ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇത് ആന്തരികമായ മാറ്റം ഉണ്ടാക്കുകയും നമ്മളിൽ ആ ചിന്തകൾ ഇല്ലാതിരിക്കുകയും ചെയ്യും. ഞാന് 1 വർഷം മുമ്പെയാണ് ഞാൻ ഈ പ്രാക്ടീസ്, ആദ്യം എനിക്കത് മനസ്സിലായില്ല. 1 വർഷം മുമ്പെയാണ് ഞാൻ കൃത്യമായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴും ഞാൻ ഭയങ്കര വിഷയമായിരുന്നു. കാരണം വെച്ചാല് നമുക്ക് ചെയ്യാൻ ഭയങ്കര വിഷയമാണ്. എങ്ങനെ പുറത്തു കൊടുക്കുക, നമ്മൾ ഇത്രയൊക്കെ ഉപദ്രവിച്ച ആൾക്കാരുടെ പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായ കാര്യമല്ല. അത്രയും കുറേ 1 വർഷമല്ല, 2 വർഷം അല്ല 3 വർഷമായി. സോറി, ഞാൻ പറഞ്ഞപ്പോൾ 3 വർഷം മുമ്പുള്ള കാര്യമാണ്. ഇതിങ്ങനെ ഫോർഗീവ്നെസ് പറഞ്ഞപ്പോൾ ഞാൻ പുറത്തു കൊടുക്കും. പക്ഷെ അപ്പോഴൊന്നും എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു യാന്ത്രികമായി ഉരുവിട്ടുകൊണ്ടേയിരുന്നു. യാന്ത്രികമായി ദിവസം പ്രാക്ടീസ് പോലെ ഉരുവിട്ടുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് എന്നെ ഉപദ്രവിക്കുന്നവരിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. കുടുംബത്തായാലും മറ്റായാലും ഉപദ്രവിക്കുന്ന മാറ്റം ഉണ്ടായെന്ന് വെച്ചാൽ അവരിൽ മാറ്റം ഉണ്ടായില്ലെന്ന് പറഞ്ഞു. എനിക്ക് മാറ്റം ഉണ്ടായില്ല, അവർക്ക് മാറ്റം ഉണ്ട്. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്കിതൊന്നും എഫക്റ്റ് ആവുന്നില്ല. എന്നെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള എഫക്ട്സും എനിക്കില്ല. അവരെന്തോ ചെയ്യുന്നു, അതിന്റെ ഫലം അവരനുഭവിക്കുന്നത്. എന്നിലേക്ക് യാതൊരു തരത്തിലുള്ള എഫക്ട്സും ഉണ്ടാവുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. കാരണം അവരെ കാണുമ്പോഴോ അവരടുത്ത് പോയി ഇരിക്കുമ്പോഴോ അവരെ കൂടെ സംസാരിക്കുമ്പോഴോ നമുക്ക് യാതൊരു തരത്തിലുള്ള ഫീലിങ്സും ഇല്ല. ഒരേപോലെയാണ്. അൺകണ്ടീഷൻ. എനിക്ക് അപ്പോഴാണ് ഈ മനസ്സിലായത്, അൺകണ്ടീഷന്റെ പ്രാധാന്യത്തെ പറ്റി എനിക്ക് മനസ്സിലായപ്പോൾ. എന്നെ ഒരുപാട് ആൾക്കാർ, നമുക്കറിയാലോ, എല്ലാവർക്കും ഉണ്ടാവും, ഇല്ലാതിരിക്കേയില്ല. അവരൊക്കെ കൂടെ പോയിട്ട് അനായാസേന സംസാരിക്കുകയും അനായാസേന അവരടുത്ത് ഇടപെടുകയും അനായാസേന നമ്മുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള ബ്ലോക്കേജും ഇല്ലാതെ സംസാരിക്കാൻ പറ്റിയതാണ്. അവരെന്തെങ്കിലും ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാക്കും ഇല്ലാതെ അതങ്ങ് ചെയ്തു കൊടുക്കാൻ പറ്റുകയും ചെയ്യുന്നു എന്നുള്ളത് ഇതിന്റെ വലിയൊരു പ്രത്യേകതയാണ്. ഞാൻ അനുഭവത്തെ വിളിച്ചത് പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക്
ഈ പ്രാക്ടീസ് തുടങ്ങാൻ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ രാത്രി 10 മണിക്കത്തെ ക്ലാസ് ജോയിൻ ചെയ്യാം. ഇന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ചെറിയൊരു ഫീസ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. നമ്മൾ പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അഡ്മിന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിന്മാർ നിങ്ങൾ ആഡ് ചെയ്യും. നാളെ രാത്രി 3 ദിവസമാണ്, 10 മണി to 11 മണി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 7 എലിമെന്റ്സ് തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ 2020 മെഡിറ്റേഷൻ തീരും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 7 എലിമെന്റ്സ് തുടങ്ങുന്നത്. ഞാൻ എല്ലാവരോടും പറയുന്ന റിക്വസ്റ്റ് ആണ്, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം മെന്റൽ ബ്ലോക്കേജുകളെ പുറത്ത് കടക്കാനായിട്ട് ഇത് വളരെ അത്യാവശ്യമാണ്. വളരെ വളരെ അത്യാവശ്യമാണ്. നമുക്ക് പോലും അറിയില്ല നമ്മളിങ്ങനെ ഫ്രീ ബേർഡിനെ പോലെ പറന്ന് നടക്കാൻ. ഇല്ലെങ്കിൽ കുടുംബത്തിൽ അവരെ കാണുമ്പോഴും, ഇവരെ ഏറ്റവും കൂടുതൽ കുടുംബത്തിലാണ് ഇത് സംഭവിക്കുന്നത്, അതുകൊണ്ട് കുടുംബം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുടുംബത്തിൽ അവിടെ ഇവരെ കാണുമ്പോഴും എവിടെ നിന്നൊക്കെയോ ഒരു സാധനം കയറി വരും. അത് ഗ്യാസായി മാറും, അല്ലെ? ഗ്യാസാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. ഗ്യാസായി മാറും, ദഹനമില്ലാതായി മാറും. അങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പനി വരും, ജലദോഷം വരും. ഇങ്ങനെ പലതും സംഭവിക്കുന്നത് ഈ ഒറ്റ വിഷയത്തിന്റെ പോലെ. കുറേ പറയാണ്ട് ഇതിനെ പറ്റി പറഞ്ഞാല് ഞാനിപ്പോൾ സമയമില്ല. കാരണം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ സമയമായതുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്നവരൊക്കെ ജോയിൻ ചെയ്യാൻ നമ്പർ തന്നിട്ടുണ്ട്. ചെറിയൊരു ഫീസ് മാത്രമേ കിട്ടുള്ളൂ. ഫീസ് 666 രൂപയാണ്. എന്തുകൊണ്ട് 666 നമ്പർ നമ്മൾ ഒരു കോഴ്സിനും വാങ്ങിക്കുന്നില്ല. ഈ ഒറ്റ കോഴ്സിന് മാത്രമേ, ഇതുപോലുള്ള കോഴ്സിന് മാത്രമേ ഉള്ളൂ. ഇതൊരു ഫൊർഗീവ്നെസിന്റെ നമ്പറാണ്. അതുകൊണ്ട് തന്നെ ആ നമ്പർ സെലക്ട് ചെയ്ത് വാങ്ങിച്ചത്. അത് കുറച്ച് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ ആ നമ്പർ സ്യൂട്ടബിൾ ആവുന്ന ഇവിടെയാണ്, 6 എന്നുള്ള നമ്പർ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഓക്കെ, അത് ഇത്രയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതിന് മറുപടിയും കൂടി പറഞ്ഞു പോകാം. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ്, ഫീസിനെ നോക്കി നിൽക്കരുത്. നിങ്ങൾ ജോയിൻ ചെയ്യണം. ആവശ്യമാണ്. ജീവിതം മാറ്റേണ്ടത് നിർബന്ധമായ കാര്യമായതുകൊണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പലരും ഈ കോഴ്സ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ മാക്സിമം അതിനെ എക്സ്റ്റെൻഡ് ചെയ്തു പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇവിടെ പലരും അതിന് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾക്ക് നമ്മളെ പാകപ്പെടുത്തണമെങ്കിൽ അതിനൊരു സമയമുണ്ട്. അല്ലെങ്കിൽ ഇത് വലിയൊരു ഭാരത്തെ പൊട്ടിക്കുക, അതായത് ഒരു കുരു കുരുയെ ഞാൻ കുത്തി പൊട്ടിക്കുകയാണ്. പൊട്ടുമ്പോൾ പലതും ഇവിടെ സംഭവിച്ചു പോകും. അതുകൊണ്ട് ഞാൻ ഇത്രയും സമയമെടുത്ത് ക്ലാസ് എടുക്കാനായിട്ട്. അതുകൊണ്ട് എല്ലാവരും എങ്ങനെ ആയാലും ജോയിൻ ചെയ്യണം എന്നുള്ള ഒറ്റ റിക്വസ്റ്റ് ആണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചോളൂ, അതിന് മറുപടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. 5 more minutes. താങ്ക് യു. സാറേ ഞാൻ ഗീത. ചോദിച്ചോ ഗീത. സാറേ ഞാൻ ചേരണമെന്നുണ്ട് സാറേ ഓപ്പൺ ക്ലാസ്സിൽ, കോഴ്സിൽ. ചേർന്നോ? അഡ്മിൻ നമ്പർ എടുത്തോ, ഗൂഗിൾ പേ അയച്ചോ. എന്താണ് വേറെന്ത്? ചേർന്നോളൂ, എന്നിട്ട് അവിടെ ചെയ്യാലോ. മാമിനെ വിളിച്ചിരുന്നു സാറേ. വിളിച്ചിരുന്നോ? ജോയിൻ ചെയ്തില്ല. ഓ ഗീതയാണ് ഇതല്ലേ? ഓ സോറി, ഞാൻ ആളെ കണ്ടില്ല. ഓ ഗീത. ഓക്കെ ശരി, ഗീത ചേർന്നോ കേട്ടോ. ശരിയാണ്, ആവശ്യമാണ്. ശരിക്കും ഞാൻ അന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഗീതയോട് നേരിട്ട് സംസാരിക്കുമ്പോ ഇതൊരു വിഷയമായിട്ട് കിടക്കുന്നുണ്ടാവും മനസ്സിൽ. ഈ പേര് പറഞ്ഞിട്ടില്ല, പഴയതെന്തോ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ? ഒന്ന് നിങ്ങൾ ഒരാളല്ല, നിങ്ങൾ 2 പേരും ചോദിച്ചോളൂ കേട്ടോ. ചേട്ടനോടും പറ, വൈകിട്ടിരിക്കാൻ 2 പേരോടും ഒന്നിച്ചിരിക്കാൻ വേണ്ടി പറയട്ടോ. ഞാൻ പറഞ്ഞു ഒറ്റ ഐഡിയിൽ നിങ്ങൾ 2 പേരും ഇരുന്നോളൂ കേട്ടോ. 3 ദിവസം കേട്ടോ. നിങ്ങൾ 2 പേരും ഇരിക്കണേ. നിങ്ങൾ ചേരണമെങ്കിൽ ചേർന്നോളൂ. നിങ്ങൾ ചേരണം കേട്ടോ. ചേർന്നോളൂ. 10 മണിയാണ് ടൈം. 10 മണി. നമ്മൾ രാത്രി മെഡിറ്റേഷൻ എല്ലാം 10 മണി തൊട്ട് 11 മണി. ശരി, ആരുമില്ലല്ലോ. ശാന്തമ്മ ജോയിൻ ചെയ്യണം കേട്ടോ. ശാന്തമ്മ ചെയ്യണം. എനിക്ക് സാറിനോട് പേഴ്സണലായിട്ട് സംസാരിക്കാം. ശാന്തമ്മ ജോയിൻ ചെയ്തു കേട്ടോ. റേഞ്ച് അവിടെ ശരിയാവില്ല. ഓക്കെ.
എന്താണ് ശോഭ? എനിക്ക് സാറിനോട് എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കും. അഡ്മിനെ വിളിച്ചാൽ മതി, അഡ്മിൻ ടൈം തരും കേട്ടോ. താങ്ക് യു. ശരി, അപ്പൊ ഓക്കെ. വേറെ ആർക്കും ഇല്ലല്ലോ ഡൗട്ട്? സാറേ, തൃശ്ശൂര് വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് വരുമ്പോ എനിക്ക് അവിടെ വന്ന് ചേരണമെന്നുണ്ട്. ആൾക്കാരുടെ എണ്ണം എടുത്ത് ഞാൻ സാറിന്റെ അടുത്ത് ഒരു മുന്നേ എനിക്ക് സംസാരിച്ചിരുന്നു, പറഞ്ഞിട്ടുണ്ട് അവരെത്തി തൃശ്ശൂര്. അപ്പൊ ഞങ്ങള് കുറച്ച് പേരുണ്ട്. അപ്പൊ അത് തീരുമാനമായിട്ട് ഇപ്പൊ എല്ലാവർക്കും കൂടി ഒരു എമൗണ്ട് അടച്ചാൽ മതിയോ സാറേ? എത്ര പേരുണ്ട്? 5-8 പേരുണ്ടാവും. സീറ്റ് മുമ്പേ നോക്കണേ, ലാസ്റ്റ് നിമിഷം. വീട്ടുകാരെല്ലാരും ഉണ്ടോ? വീട്ടിൽ നിന്ന് മുകളൊക്കെ നാളത്തെ കഴിഞ്ഞ് എത്തുള്ളൂ. അപ്പൊ അവര് ചോദിച്ചിട്ട് എത്ര പേരുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു എമൗണ്ട് ഇട്ടാ മതിയോ? പിന്നെ ബാക്കി അടച്ചാൽ എമൗണ്ടിന്റെ കാര്യം അഡ്മിൻ സംസാരിച്ചു. ഓക്കെ. ഫാമിലി പാക്ക് വേറെ ഉണ്ട്, അവര് തരും. അതെ അല്ലെ? ഓക്കെ. എത്ര പേരുണ്ട് പറഞ്ഞിട്ട് നമ്മള് വർക്ക്ഔട്ട് ചെയ്യാം. കാരണം ഹയാത്ത് ആയതുകൊണ്ട്, ഹയാത്ത് റീജൻസിയിലാണ് നമ്മൾ ഇപ്പോഴത്തെ പരിപാടി. അപ്പൊ ഹയാത്ത് ആയതുകൊണ്ട് നമ്മൾ ഏറ്റവും നമ്മൾ ഫിക്സ് ചെയ്ത എമൗണ്ട് വളരെ കുറവാണ്. കാരണം അവിടുത്തെ ബഡ്ജറ്റ് ഭയങ്കര ഹൈ ആണ്. സാധാരണ ഹോട്ടലല്ലല്ലോ, 5 സ്റ്റാർ അല്ലേ. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ റേറ്റ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് ഇത്തവണ ഇവിടുന്ന് UAE ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വരുന്ന ഇതുപോലും നമുക്ക് കിട്ടില്ല. അങ്ങനെയാണ് ഇന്ന് കണക്കൂട്ടി വരുന്നത്. ഓപ്പൺ ആയിട്ട് പറയണമല്ലോ, ഇതുപോലെ കിട്ടില്ല അവിടെ. അപ്പൊ അത്രയും ആൾക്കാരുണ്ടെങ്കിലും അത്രേ, അവിടെ വലിയ ഹോളാണ്, ഭയങ്കര എമൗണ്ട് ആണ് അവിടുത്തെ ചാർജ്, വലിയൊരു എമൗണ്ട്. ഓക്കെ, അതെന്തായാലും രതി ഒരു കാര്യം ചെയ്തോളൂ. രതി അഡ്മിനോട് സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. ഞാൻ അന്ന് സംസാരിച്ചതിൽ കാര്യമായി മാറ്റം ഉണ്ടായിട്ടുണ്ടോ വീട്ടിനകത്ത്? അത് എനിക്ക് അടുത്ത ആഴ്ചയോടുകൂടി എന്റെ എല്ലാം ഹൈയിൽ പോകും. അപ്പൊ ലെവല് മാറും. ലെവല് മാറട്ടെ, മാറാനല്ലേ പറഞ്ഞത്, മാറട്ടെ. ലെവലിന് ഉദ്ദേശിച്ചത് നമ്മള് മിനി സൂപ്പർ മാർക്കറ്റ് ആണ്. ഞാൻ ക്ലാസ് പറഞ്ഞിരുന്നു സാറിനോട്. അത് ഹൈപ്പർ മാർക്കറ്റിനേക്കാളും ലെവല് മാറും. ലെവലിലേക്ക് സ്ഥലം ഞങ്ങൾ എടുത്ത് പണിയേണ്ടി വരും. വിയൂരാണ് സാറേ. ഈ മെഡിറ്റേഷനും ഇതും സാറിനിലൂടെയാണ്, ഞാൻ യൂട്യൂബിലൂടെയാണ് എടുക്കുന്നത്. എനിക്ക് എന്റെ സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ 9:15 വീട്ടിൽ തിരിച്ചെത്തും. അതുകൊണ്ടാണ് സാറിന്റെ ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത. നാളത്തെ ക്ലാസ്സിൽ കയറണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. 10 മണിക്കാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു വലിയ ഇത് അടുത്ത ആഴ്ച പറയുന്നുണ്ട് സാറിന്റെ അടുത്ത്. ഓക്കെ, ശരി. തൃശ്ശൂർ തന്നെ നേരിട്ട് വന്ന് പറയാം. അവിടെ തന്നെ കഥ അല്ല, നമ്മുടെ ഇതിലുള്ള മെമ്പേഴ്സിനോടൊന്ന് പറയണമെന്നുണ്ട് എനിക്ക്. നമ്മൾ എങ്ങനെ വിചാരിച്ചാൽ എവിടെ എത്തുന്നെന്ന്, അത് ഞങ്ങൾ എവിടെ നിന്ന് ജീവിച്ചു എവിടെ എത്തി എന്നുള്ളത് കാണിക്കണമെന്നുണ്ട്. സന്തോഷം. നല്ല താങ്ക് യു സാർ. ചേട്ടനോട് അന്വേഷണം പറഞ്ഞു. ശരി. ഓക്കെ. അപ്പൊ ഓക്കെ, എന്നാലേ വേറെ ഒന്നുമില്ലല്ലോ ആർക്കും. ശരിയട്ടെ. ബീന ചേർന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. നാളെ സാറേ നമസ്കാരം. നാളെ ക്യാഷ് ഇട്ടാ മതിയാകുമല്ലോ? നാളെ ക്യാഷ് ഇട്ടാൽ മതിയാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, നാളെ ഇത് പറയാം, നാളെ രാത്രി 9 മണിക്ക് ശേഷമുള്ള ഒരു പേയ്മെന്റ് റിസീവ് ചെയ്യും, ആളെ ചേർക്കില്ല. കാരണം 9 മണിക്ക് ശേഷം അഡ്മിനോട് ഞാൻ ഫോൺ ഓഫ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ അവർക്ക് ഇരിക്കാൻ പറ്റില്ല. അല്ല സാറേ, ഏപ്രിൽ 6-ാം തീയതിയിലെ പ്രോഗ്രാമിന്റെ ഏപ്രിൽ 6-ാം തീയതി പ്രോഗ്രാമിന്റെ നാളെ ചെയ്താൽ. അപ്പൊ സീറ്റുകൾ പകുതി കഴിഞ്ഞിരിക്കുന്നു, ഇനി പകുതിയാണ്. എനിക്കൊരു സീറ്റ് വേണം. വേണ്ടവര് മുമ്പേ പറഞ്ഞു വെച്ചോളൂ. കുഴപ്പമില്ല. നാളത്തെ അടച്ചോ? സ്നേഹജ പ്രവീൺ. ഓക്കെ, ശരി. ബാക്കിയുള്ളവരെല്ലാം അടച്ചോളൂ. നാളത്തേന് ഞാൻ തരണം സാറേ. താങ്ക് യു സാർ. താങ്ക് യു. നിങ്ങൾ ചേരണോന്ന് എന്നോട് അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്തായിരിക്കും ഇപ്പൊ ഇവിടെ പറയാ? നിങ്ങളുടെ ഓൺ ചോയ്സ്. ജോയിൻ ചെയ്യാൻ ശരി എന്നാൽ. ഓക്കെ, താങ്ക് യു.